ഹലോ മക്കളമാരെ, നമുക്ക് വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വഴുതനങ്ങയെല്ലാം അരിഞ്ഞു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു തവയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതേ തവയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു സവാള നീളത്തെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള എല്ലാം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് 2-3 തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതെല്ലാം നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വാടി കഴിയുമ്പോൾ എല്ലാം പച്ചമുളകെല്ലാം മാറി കഴിയുമ്പോൾ നമ്മൾ വാട്ടി വെച്ച വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വഴുതനങ്ങ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ലേശം മല്ലിയിലയും ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്ക് ചപ്പാത്തി തിന്നാനും ദോശ തിന്നാനും എല്ലാം നല്ലതാണ്. ചോറുണ്ണാനും നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ വഴുതനങ്ങ ഉണ്ടാക്കി ഞാൻ ആരും കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല സൂപ്പറാണ്. നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ വഴുതനങ്ങ മെഴുക്കിട്ട് ലേശം മല്ലിയിലയൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ടാറ്റാ.